2024 ജനുവരിയിലാണ് ഹിന്ദ് റജബ് കൊല്ലപ്പെടുന്നത്. അതിക്രൂരമായ കൊലപാതകം. ഫലസ്തീൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെയും ഇസ്രായേലിൻ്റെ ക്രൂരതയുടെയും ഏറ്റവും വലിയ തെളിവായിട്ടാണ് ആ ഹിന്ദ് റജബിൻ്റെ കൊലപാതകം പറയപ്പെടുന്നത്. അവർ കുടുംബാംഗങ്ങളോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ആ ചെറിയ കുട്ടി. അവരുടെ കുടുംബാംഗങ്ങളെ ആദ്യം കൊലപ്പെടുത്തി. പിന്നീടാണ് ആ കുട്ടി രക്ഷയ്ക്ക് വേണ്ടി റെഡ് ക്രസൻറ്റിനെ അടക്കം ഫോണിൽ വിളിക്കുന്നത്. ആ വോയിസ് കേട്ട് ഈ ലോകമൊന്നാകെ നടുങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് തിരച്ചിലിൽ ആ കുട്ടി മാത്രമല്ല രക്ഷിക്കാൻ വന്ന ആളുകൾ വരെ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഇപ്പോഴിതാ ഇസ്രായേൽ ആ കൊലപാതകം നടത്തിയത് തങ്ങൾ തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു. CNN ആണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദ് റജബിനെ കൊന്നത് ഞങ്ങൾ തന്നെയെന്ന് 2 വർഷത്തിന് ശേഷം ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു. ദൗസാഹിബ, ഹിന്ദ് റജബിൻ്റെ അതിൻ്റെ സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലോകം മൊത്തം ഈ ഹിന്ദ് റജബിൻ്റെ ആ മരണത്തിൽ ദുഃഖിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ആ സമ്മതം എന്ന് പറയുന്നത്, അത് അവർ അഭിമാനത്തോടുകൂടി പറയുന്നതാണോ അതോ അവർക്ക് സമ്മതിക്കേണ്ടി വന്നതാണോ? അതിൽ നൗഫൽ പറഞ്ഞ പോലെ 2025 ജാനുവരി 29 ഈ സംഭവം നടക്കുന്നത്, ഹിന്ദ് റജബ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഇസ്രായേൽ അത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മിലിറ്ററി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ 2024 ജാനുവരിയിലാണ് ഹിന്ദ് റജബ് ഉള്ളത്. 2025 മാർച്ചിൽ റഫേൽ ഒരു റെസ്ക്യൂ കോൺവോയ്, ആംബുലൻസുകളുടെ ഒരു കോൺവോയ് ആക്രമിക്കപ്പെടുന്നുണ്ട്. ആക്രമിച്ചതിന് ശേഷം അതിലുള്ള പാരാമെഡിക് സ്റ്റാഫിനെയും ആ ആംബുലൻസുകളെയും ഒന്നടങ്കം ഈ കുഴിയെടുത്ത് അതിനകത്ത് മൂടിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസിലെ ബോഡികൾ പോലും പുറത്തെടുക്കാതെ ഒന്നിച്ച് ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മൂടി. ഈ 2 സംഭവങ്ങൾ അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഞങ്ങളൊരു മിലിറ്ററി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ വന്നിട്ടുള്ള വാർത്ത. ഇപ്പോൾ 2024 നടന്നുള്ളൊരു സംഭവം ഞങ്ങളാണ് ചെയ്തത്. അവർ അഡ്മിറ്റ് ചെയ്യുന്നു 2026 അല്ലേ. അതിലേക്ക് അവർ നയിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദ് റജബ്, നൗഫൽ പറഞ്ഞ പോലെ ഹിന്ദ് റജബ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും ഉച്ചരിക്കപ്പെടുന്ന പേരുകളൊന്നായി മാറിയിട്ടുണ്ട്. ആ ഇൻസിഡൻറ്റ് ഓർക്കണം. അന്ന് ഒരു കിയ കാറിലാണ് ഹിന്ദ് റജബും 7 കുടുംബാംഗങ്ങൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് നേരെ ഇസ്രായേലി ടാങ്കുകൾ ആക്രമണം നടത്തുന്നു. 5 ആളുകൾ കൊല്ലപ്പെടുന്നു ആദ്യം. പിന്നെ ഈ ആക്രമണം നടക്കുന്ന സ്ഥലത്തേക്ക് പലസ്റ്റൈൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയുടെ ആംബുലൻസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ കാറിൽ ബാക്കിയായിട്ടുള്ള ഇവരുടെ ഒരു കസിനുണ്ട്, ലമൈൻ എന്ന് പറയുന്ന അവരുടെ ഒരു കസിൻ, 15 വയസ്സായുള്ള കുട്ടി. അവരുമായിട്ട് പിന്നെ ഈ PRCSൻ്റെ റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയുടെ സ്റ്റാഫ് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ബന്ധു സംസാരിക്കുന്നുണ്ട്. ഈ സംസാരങ്ങളെല്ലാം ഭാഗ്യവശാൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതാണ് സംഭവം. നൗഫൽ പറഞ്ഞില്ലേ, വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന് പറയുന്ന സിനിമ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ, ഓസ്കാറിൽ വരെ പോയ സിനിമ, വെനീസിലെ ഇനോഗ്രൽ ഷോ ആയിരുന്നു അത്, കഴിഞ്ഞ വെനീസിൽ. ആ സിനിമ എന്താണ്, നമ്മുടെ ഹൃദയം നടുങ്ങിക്കൊണ്ടല്ലാതെ ആ സിനിമ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ടെലഫോൺ സംഭാഷണമാണ്. ലെമൈനും മെഡിക്കൽ സ്റ്റാഫും അവരുടെ ബന്ധുക്കൾ നടത്തുന്ന സംഭാഷണം. പിന്നെ ഈ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ 15 വയസ്സുകാരി കൊല്ലപ്പെടുന്നത്. പിന്നെ ആരെടുക്കുന്നു ഈ ഫോണ്? പിന്നെ ഈ 5 വയസ്സുള്ള ഈ കുട്ടിയാണ് പിന്നെ ഫോൺ എടുക്കുന്നത്. നോബൽ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും. ഒരു കാറിൽ 7 ആളുകൾ പോകുന്നൊരു കാറിൽ അവരുടെ അങ്കിൾ, അവരുടെ ആൻറ്റി, ഇവരൊക്കെയാണുള്ളത്. പിന്നെ കസിൻസ് ഒക്കെയുള്ള കാറ്. എല്ലാവരും കൊല്ലപ്പെടുന്നു ആ കാറിനകത്ത്. എന്നിട്ട് ഈ കസിൻ ചേച്ചി മാത്രം ബാക്കിയാവുന്നു. ചേച്ചിയും ഇവളും സംസാരിക്കുന്നു. പിന്നെ ചേച്ചിയും കൊല്ലപ്പെടുന്നു. എന്നതിന് ശേഷം ഈ 5 വയസ്സുകാരി കുട്ടി എഗൻ ഫോണ് 3 മണിക്കൂറുകളുണ്ട് മൊത്തം ടെലിഫോൺ, ഈ ലമീനും ഇതെല്ലാം ചേർന്നുള്ള ടെലിഫോൺ സംഭാഷണം. ആ സംഭാഷണമാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മളാകെ തരിച്ചു പോകും ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ. അത് റിയൽ ടൈം കോൺവെർസേഷനാണ്. അത് എഗൻ അതെന്താണ്, ഇതല്ല സിനിമാറ്റിക് വേണ്ടി ചെയ്തതല്ല, റിയൽ ടൈം കോൺവെർസേഷനാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം ഒന്ന് വിഷ്വലൈസ് നോക്കുക. ഒരു കാറിൽ ഈ 5 വയസ്സുകാരി കുഞ്ഞ് മാത്രം നിൽക്കുക, കൂടെയുള്ള മുതിർന്നവരെല്ലാം കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് അവർ സംസാരിക്കുന്നു.
ആ സംസാരത്തിൽ അവർ പങ്കുവെക്കുന്ന ഒരേ സമയം ഭീതിയും ഭയവും ശുഭപ്രതീക്ഷയും. ഈ സംസാരിക്കുന്ന മെഡിക്കൽ സ്റ്റാഫ് അവരോട് സംസാരിക്കുന്ന ആ ഭാഷ ഒന്ന് നോക്കൂ, എന്തൊരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. ധൈര്യമായിട്ടിരിക്കൂ എന്നാ കുട്ടിയോട് പറയുന്നു. അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ മനുഷ്യ ഓർമ്മയിൽ തന്നെ ഒരു അപൂർവമായിട്ടുള്ളൊരു സംഭവമാണത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അറ്റ്ലീസ്റ്റ് അതിൻ്റെ വോയിസ് എങ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ടു. പിന്നെ ഇത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് അറിയോ സംഭാഷണം? ഈ ആംബുലൻസിന് മേലും ബോംബ് വന്ന് വീഴുകയാണ്. ഇസ്രായേലിൻ്റെ ടാങ്ക് ഷെല്ല് വന്ന് വീഴുകയാണ്. ആംബുലൻസിൽ ആ പാരാമെഡിക്സും കൊല്ലപ്പെടുന്നു. അങ്ങനെയാണ് ആ അബ്രപ്റ്റായിട്ട് ആ കൺവെർസേഷൻ കട്ടാവുന്നത്. ദെൻ എഗൻ മനസ്സിലാക്കുക, ഇവർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാവുന്നതും ഇവരുടെ ബോഡി റിക്കവർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? 12 ദിവസം കഴിഞ്ഞിട്ടാണ്. 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മെഡിക്കൽ ആംബുലൻസ് സ്റ്റാഫിൻ്റെയും ഹിന്ദ് റജബിൻ്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബോഡി റിക്കവർ ചെയ്യുന്നത്. അതിനുശേഷമാണ് അവിടുത്തെ ആളുകൾ ഇതൊക്കെ ഈ ടെലിഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്യുന്നത്. അതിൽ ഒരു കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ പലസ്റ്റൈനിൽ പ്രത്യേകിച്ച് ഗസയിൽ അവർ ചെയ്യുന്നൊരു സംഗതി ഉണ്ടല്ലോ, അവർ ഈ ഇത്രയും ഹീനമായ ആക്രമണങ്ങൾക്ക് നിരന്തരമായിട്ട് വിധേയമാകുമ്പോഴും ഓരോ ഇവൻറ്റിനെയും ഡോക്യുമെൻ്റ് ചെയ്യുക എന്നൊരു പണി അവർ അതിഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 75,000 മനുഷ്യർ കൊല്ലപ്പെട്ടു. ഓരോ മനുഷ്യനും ദീസ് ആർ നോട്ട് ജസ്റ്റ് നെയിംസ് എന്ന് പറയും. ഇത് വെറും പേരുകളല്ല, ഇതോരോ ജീവിതങ്ങളാണ്, ഓരോ മനുഷ്യരാണ്, ഓരോ മനുഷ്യരും അവരുടെ അഭിലാഷങ്ങളുമാണ് എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ടോ, ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 30,000 മറ്റോ ആളുകൾ കൊല്ലപ്പെട്ട സമയത്താണ് ജോ ബൈഡൻ പറഞ്ഞത് ദാറ്റ്സ് ദെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞു. അത് ഹമാസിൻ്റെ കണക്കാണെന്ന് പറഞ്ഞു. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല എന്ന് ജോ ബൈഡൻ ഒരു പാസിംഗ് കമൻറ്റ് മാധ്യമങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ചെയ്താണ്ടില്ലേ, കൊല്ലപ്പെട്ട ഈ 30,000 ആളുകളുടെയും മുഴുവൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു വിത്ത് ദെയർ സിറ്റിസൺ നമ്പർ. ഓരോ കൊല്ലപ്പെട്ട ആളുടെയും അവരുടെ പേര്, അവരുടെ കുടുംബം, അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ വയസ്സ്, അവരുടെ സിറ്റിസൺ നമ്പർ ഒരു സിംഗിൾ ഡോസിയറായിട്ട് അവരുടെ പ്രസിദ്ധീകരിച്ചു. ഇതാണ് എടുക്കൂ, ഇതാണ് കൊല്ലപ്പെട്ട മനുഷ്യർ, ഇതാണ് കണക്ക്. ഏത് മേലിൽ കൂടെ ഇങ്ങനെ ബോംബ് തുരുതുരാ വീഴുമ്പോഴും ആ സന്ദർഭത്തിലും അവരതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു വെച്ചു. എല്ലാം രേഖപ്പെടുത്തപ്പെടും എന്ന് നിങ്ങൾ ഓർക്കണം എന്നവർ പറഞ്ഞു. ജോ ബൈഡൻ ദ വെരി നെക്സ്റ്റ് ഡേ, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇമാതിരി ഇത്രയും കൃത്യമായിട്ടൊരു കണക്ക് കിട്ടാൻ വഴിയുണ്ടാവില്ല. ദ വെരി നെക്സ്റ്റ് ഡേ ഇതിൻ്റെ മുഴുവൻ ഡോസിയർ അവർ പുറത്തു വിട്ടു. അപ്പോൾ അത് അവരുടെ ഒരു ശീലമാണ്, അവരുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ തന്നെ ഭാഗമാണ്. നിങ്ങൾ ഞങ്ങളെ കൊല്ലുമ്പോഴും ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കും എന്നവർ പറയും. അങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ അവരുടെ അവസാന രംഗങ്ങളെല്ലാം റിയൽ ടൈം കോൺവെർസേഷൻ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നു. അത് ലോകത്ത് തന്നെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു. അത്രയും അത് സാമാന്യ മനുഷ്യത്വമുള്ളെല്ലാവരും ഞെട്ടിപ്പോവും, തരിച്ചു പോവും. ഇതെന്താണ് ഈ പിശാചുകൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞിനെ മണിക്കൂറുകൾ എടുത്തിട്ടല്ലേ കൊന്നത്? അവരുടെ ആ തലൽ ഹവ എന്ന് പറയുന്ന അവരുടെ നൈബർഹുഡിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ ബോംബ് വന്ന് വീഴുന്നുണ്ട്, മറ്റൊരു സ്ഥലത്തെ ബന്ധു വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഇവർ കോഡോൺ ചെയ്യുന്നത്, ഏരിയ ഇസ്രായേലി ടാങ്കുകളൊന്ന് കോഡോൺ ചെയ്യുന്നത്. എഗൻ ഇത് കോഡോൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു കാറ് കുടുങ്ങിയിട്ടുണ്ടെന്നും അവർ ആക്രമിക്കപ്പെടുകയാണെന്നും മനസ്സിലായിട്ട് ഈ റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയുടെ മെഡിക്കൽ ആംബുലൻസ് അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് വഴി കൊടുക്കുന്നില്ല. ഇവർ അവരെയും തടയുന്നു. ഒടുവിൽ അവർക്ക് നേരെയും ടാങ്ക് ഷെല്ല് വിടുന്നു, അവരെയും കൊല്ലുന്നു. എന്താണ് ഇസ്രായേൽ ഗസയിൽ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ചുള്ള ലോകത്തിന് കൃത്യം മനസ്സിലായിട്ടുള്ള ഒരു ഗ്രാഫിക് ഇവൻ്റ് ആയിരുന്നു. സോ അത് ലോകം മുഴുവൻ അത് കേട്ടു. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ബ്രസൽസ് കേന്ദ്രീകരിച്ച് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എഗൻ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വോക്കസിയുടെ ചരിത്രത്തിലെ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റെർലിംഗ് ഇൻസിഡൻ്റ് എന്ന് പറയാവുന്നതാണ്. അവരെന്താ ചെയ്തത്? ഹിന്ദ് റജബിൻ്റെ പേര് ഒരു ഫൗണ്ടേഷൻ, അവർ ഈ ഗസയിൽ നടന്നിട്ടുള്ള ഓരോ ഇവൻറ്റിനെയും സൂക്ഷ്മമായി ഡയസെക്ട് ചെയ്തു. ഫ്രെയിം ബൈ ഫ്രെയിം അത് മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തു. അതൊരു വലിയൊരു പ്രോജക്റ്റായിരുന്നു, ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയാം. അതിനകത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇസ്രായേലി പട്ടാളക്കാർ IDF-കാരുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഗസയിൽ പോയി തോന്നിയാസമൊക്കെ ചെയ്താൽ അതൊക്കെ വീഡിയോഗ്രാഫ് ചെയ്തിട്ട് ഒരു വീട് അടിച്ചു പൊളിക്കുന്നതും തകർക്കുന്നതും അവിടെയുള്ള കളിപ്പാട്ടങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന വീഡിയോസ് എടുത്തിട്ട് അവർ തന്നെ അവരുടെ TikTok ഐഡികളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളും അവർ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തു. അതിൽ ഓരോ പട്ടാളക്കാരനെയും മാർക്ക് ചെയ്യുന്നു, അവൻ്റെ ഐഡൻറ്റിറ്റി എടുക്കുന്നു, പഠിക്കുന്നു,
ഡോക്യുമെൻ്റ് ചെയ്ത് അതൊരു ഹ്യൂജ് ഡോസിയറാക്കി മാറ്റുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർക്കെതിരെ ലോകത്ത് എവിടെയെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റും അവിടെയെല്ലാം നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ പഴയ നാസി കാലത്തിന് ശേഷം നാസി ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വക്കസി മിഷൻ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഗംഭീരമായ രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ IDF-കാർ എവിടെ പോയാലും ടൂറിന് പോകാൻ പറ്റുന്നില്ല അവർക്ക്. എവിടെ പോയാലും അവിടെ എന്താണ് കേസ് വരികയാണ്. ഇവരെ ട്രാക്ക് ചെയ്യുന്നു, ഇവരുടെ മൂവ്മെൻറ്റ്, ഇവരെവിടെയൊക്കെ പോകുന്നു. ഇങ്ങനെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പട്ടാളക്കാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലോകത്തെല്ലാ രാജ്യങ്ങളും സാമാന്യമായിട്ട് ഇൻ്റർനാഷണൽ ലോയും ഹ്യൂമൻ റൈറ്റ്സും ഹ്യൂമാനിറ്റേറിയൻ ലോയിലൊക്കെ താല്പര്യമുള്ള രാജ്യങ്ങളുണ്ടാവുമല്ലോ ലോകത്ത്. നമ്മുടേത് മാത്രമായി കൊള്ളണമെന്നില്ലല്ലോ ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇവരത് ചെയ്തു. ഫലത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഇന്ന് IDF-കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയോ? നമ്മുടെ മഹത്തായ ഭാരത മഹാരാജ്യമാണ്. ഇന്ന് IDF-കാർ ഏറ്റവും അധികം വെക്കേഷൻ ഇങ്ങനെ വരുന്നത് ഇന്ത്യയിലാണ്. പ്രധാനമായി ഹിമാചൽ പ്രദേശ് ഹാസ് ബിക്കം എ മിനി ഇസ്രായേൽ എന്ന് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിൽ, പിന്നെ ഗോവയിൽ, പിന്നെ നമ്മുടെ വർക്കലയിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും സേഫസ്റ്റ് എന്താണ് ദ മോസ്റ്റ് ഫേവേർഡ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. കേസില്ലാത്തതുകൊണ്ട്. കേസിൽ അതാണ് അതിലൊരു തമാശ എന്ന് വെച്ചാൽ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഇന്ത്യയിലും കേസ് തുടങ്ങിക്കഴിഞ്ഞു. 2 കേസ് അവരിവിടെ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് കഴിഞ്ഞ വർഷം മെയിൽ കൊടുത്തതാണ്. പിന്നെ ഈ ഓഗസ്റ്റിലൊരു കേസ് കൊടുത്തു. 2 മെയിൽ കഴിഞ്ഞ വർഷത്തെ കേസിൻ്റെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് ആളെന്നൊക്കെ ഉള്ളത്. ഇതിൽ അവരുടെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചത് ഈ ഓഗസ്റ്റിലാണ് നടക്കുന്നത്. എനിക്കൊന്ന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും യഥാർത്ഥത്തിൽ ഇത്തരം കേസുകൾ എന്താണ് അതിൽ ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥമാണ്, ലീഗലി ബൗണ്ടാണ്. ബിക്കോസ് നമ്മൾ ജനീവ കൺവെൻഷനിൽ സിഗ്നേറ്ററിയാണ്. 1949 ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് അതിനെ തടയാനുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാസ് ബ്രീച്ചുകളുണ്ട്, ഗ്രേവ് ബ്രീച്ചുകൾ, അതിനെതിരായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ഇന്ത്യ അതിൽ സിഗ്നേറ്ററിയാണ്. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്താണ്. അത് റാറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. എന്താ അറിയോ? ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960 എന്നൊരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960-യുടെ സെക്ഷൻ 3 പ്രകാരം ഈ ജനീവ കൺവെൻഷൻ ക്രൈമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ബ്രീച്ച് ചെയ്യുന്നത് ഇന്ത്യൻ നിയമപ്രകാരവും ഒരു ക്രൈമായിരിക്കും എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 4 പറയുന്നത് അറിയോ? അങ്ങനെ ഒരു ബ്രീച്ച് ഒരാൾ നടത്തിയാൽ, ലോകത്ത് എവിടെ നടത്തിയാലും അത് ഇന്ത്യയിൽ ഒരു ക്രൈം ചെയ്തതിന് തുല്യമായിട്ട് പരിഗണിക്കുമെന്നാണ് ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960-യുടെ സെക്ഷൻ 4 പറയുന്നത്. ഇന്ത്യൻ നിയമമാണത്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51C പറയുന്നൊരു കാര്യമുണ്ട്. ഇൻ്റർനാഷണൽ ലോ അത് മാനിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഉത്തരവാദിത്തം, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായി നമ്മൾ ബാധ്യസ്ഥരാണ്, നിയമപരമായും ബാധ്യസ്ഥരാണ്. നിയമപരമായി ഇങ്ങനെ ഇന്ത്യക്ക് പുറത്തെവിടെയാണെങ്കിലും ഈ ബ്രീച്ച് ഉണ്ടായ ഈ ജനീവ കൺവെൻഷനിൽ ക്രൈമായിട്ട് കരുതുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് പുറത്ത് ചെയ്താലും അത് ഇന്ത്യയിൽ ചെയ്തതായി പരിഗണിക്കുമെന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. അതുകൊണ്ട് ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഇവിടെ കേസ് കൊടുത്തത്. പക്ഷേ അത് എക്സിക്യൂട്ടീവ് അതിൽ മുന്നോട്ട് പോവില്ല, ഒരിക്കലും പോവില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും അങ്ങനെ അല്ല. ഇപ്പോൾ അർജൻറ്റീന പിന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ്. പക്ഷേ ഈ ഒരു IDF പട്ടാളക്കാരൻ അർജൻറ്റീനയിൽ ടൂറിന് വന്നപ്പോൾ ഇവരവിടെ കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്നതിന് അറിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അർജൻറ്റീനയിൽ പോലും അവന് നിൽക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ജുഡീഷ്യറി സ്ട്രോങ് ആണ്. ഇപ്പോൾ ലോകത്ത് എല്ലാ വൻകരകളിലും ഇവർ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞാൽ ഈ ലീഗൽ അഡ്വക്കസിയുടെ ചരിത്രത്തിലെ ഒരു അസാധാരണമായുള്ള അനുഭവമാണ് ഹിന്ദ് രജബ് HRF എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഹിന്ദ് രജബ് എന്ന് പറയുന്നത് ലോകത്തുള്ള മനുഷ്യാവകാശത്തിൻ്റെ ഒരു ഐക്കോണായി മാറിക്കഴിഞ്ഞു. ഇസ്രായേൽ ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അവരെ സംബന്ധിച്ച് അത് ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുക, അത് ഷൂട്ട് ചെയ്യുക. അത് ഇസ്രായേലിൽ ഈ റൈറ്റ് വിങ്ങുകാർ വിതരണം ചെയ്യുന്നൊരു ടീഷർട്ടുണ്ട്, വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ടീഷർട്ടിൽ ഉള്ള ഗ്രാഫിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ഒരു പലസ്തീനി സ്ത്രീയാണ്. അപ്പോൾ അവരുടെ തള്ളിയ വയറിൻ്റെ മേലൊരു പോയിൻറ്റ് ബ്ലാങ്കിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടാകും. മേലെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ്. 1 shot 2 birds എന്ന് എഴുതി വെച്ച ടീഷർട്ടുകൾ വിതരണം ചെയ്ത് ആ ടീഷർട്ടുകൾ ധരിച്ച് നടക്കുന്ന മനുഷ്യരുള്ള നാടാണത്. അങ്ങനെ ഒരു പലസ്തീനികൾക്കെതിരെയുള്ള വെറുപ്പിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുള്ള രാജ്യമാണത്. ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റാണത്.
അവരിത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ അത് അൺഅക്കൗണ്ടഡ് ആയിട്ട് പോകില്ല. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ചരിത്രത്തിലും വർത്തമാനത്തിലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ഉദാഹരണമാണ് ഹിന്ദ് രജബ്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ പ്രഷർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് അന്വേഷിക്കേണ്ടി വന്നു. അവർ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്ത് എന്താണ്, ഞങ്ങളാണത് ചെയ്തിരിക്കുന്നത്. അതിന് മിലിറ്ററി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഇവർ ശിക്ഷിക്കുകയും ചെയ്യും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇസ്രായേൽ നേരത്തെയും ഗ്ലോബൽ പ്രഷർ കാരണം ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഡസൻസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിലാരെയും സാധാരണഗതിയിൽ ശിക്ഷിക്കാറില്ല. ജിബി, 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ഫലസ്തീനിൽ കൊന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഹിന്ദ് രജബ്. പക്ഷേ ഹിന്ദ് രജബ് അവരെ എല്ലാവരേക്കാളും കൂടുതലായി ഹിന്ദ് രജബിനെ ഓർമ്മിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത് അവസാനം? അത് ഹിന്ദ് രജബിൻ്റെ ഓഡിയോ ആണ്. ആ സിനിമ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട, ഇന്ത്യയിൽ അതിന് അനുമതി കിട്ടിയില്ല. വോയിസ് ഓഫ് ഹിന്ദ് രജബ് എന്ന് പറയുന്ന ഓസ്കാറിലെത്തിയ പടം. ഇനി പിന്നെ എടുത്തു കളഞ്ഞു. ആദ്യം ഇപ്പം അതിന് അനുമതി ഉണ്ടല്ലേ? കേരളത്തിൽ പോലും തിയേറ്ററിൽ കളിച്ചിട്ടുണ്ട്. ഈ ഹിന്ദ് രജബിൻ്റെ ഓഡിയോയ്ക്ക് വരുന്ന ഒരു പ്രാധാന്യം, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവമുണ്ട്. അത് 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 ഇസ്രായേലുകാർ ഓർക്കേണ്ടതാണ്. അത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയാണ്. നാസി പീഡനത്തിനിടയിൽ ഒളിവിൽ കഴിയുമ്പോൾ ഒരു 14-15 വയസ്സുള്ളൊരു കുട്ടി എഴുതിയ ഒരു ഡയറി, നാസി പീഡനത്തിൽ ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ ഡയറി തിരിച്ചു കിട്ടുകയും ആ ഡയറി ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമായി മാറുകയും ആളുകളത് വായിക്കുകയും ഒരു കാരണവശാലും നാസി ചിന്തയും നാസിയുടെ ആളുകളെയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിച്ചത് ഈ ഡയറിയാണ്. നാസികളെ ലോകത്തിൻ്റെ അതിരുകൾ വരെ പോയി വേട്ടയാടാൻ പ്രേരിപ്പിച്ചതും ഈ ഡയറിയാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. അങ്ങനെ ഒരു മെറ്റീരിയലായി ലോക ചരിത്രത്തിൽ രണ്ടാമത് വരുന്ന ഒരു സംഭവമാണ് ഹിന്ദ് രജബിൻ്റെ ശബ്ദം. അത് നേരത്തെ പറഞ്ഞ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ ഇത്തരം അതിക്രമങ്ങളെ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്യുകയും ആരാണിതിന് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കുകയും ഓരോരുത്തരെയും മാർക്ക് ചെയ്യുകയും ചെയ്യണം. അവരുടെ എല്ലാം നെഞ്ചത്തൊരു മാർക്കുണ്ട്, ഇതിന് ടാർഗറ്റ് മാർക്കുണ്ട്. അപ്പോൾ ആൻ ഫ്രാങ്കിന് ശേഷം ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിച്ച ഒരു കുട്ടിയുടെ, മറ്റേത് ഡയറി കുറിപ്പാണെങ്കിൽ ഇത് വോയിസിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. പക്ഷെ തമാശ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന്, ലോകത്തെല്ലായിടത്തും ഈ ശബ്ദം എത്തുകയും ആളുകളെല്ലാം ഇസ്രായേലിനെതിരെ തിരികുകയും ചെയ്തുകൊണ്ട് സ്വാഭാവികമായും നമ്മളത് അന്വേഷിക്കുമെന്ന് തീരുമാനിച്ചു. അതുപോലെയാണ് 2024-2025 15 പാരാമെഡിക്കൽസിനെ വണ്ടിയോടെ വെടിവെച്ച് മാസ് ഗ്രേവിൽ വലിയ JCB കൊണ്ട് വലിയ ശവമാടം ഒരുക്കി അവരെ മൂടിയ സംഭവമുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇസ്രായേൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ 150 അന്വേഷണങ്ങളെ നടത്തിയിട്ടുള്ളൂ. റഫ്ലി 150 അന്വേഷണങ്ങൾ. ഒന്നിൽ പോലും ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ വളരെ വെയ്ഗാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ പ്രശ്നം ഇൻ്റർനാഷണൽ പ്രഷർ വരുമ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ പുതിയ രാജ്യത്തെ ആധുനിക രാജ്യങ്ങളുടെ മുഴുവൻ പ്രത്യേകതയാണ്. സദാം ഹുസൈനെ പിടിക്കുമ്പോൾ സദാം ഹുസൈന് പകരം വന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കാളി സംഘം അമേരിക്ക തട്ടിക്കൂട്ടിയ ഒരു പപ്പറ്റ് സ്റ്റേറ്റാണ്. സദാം ഹുസൈനെ വെടിവെച്ച് കൊല്ലണം, പക്ഷേ അത് ശരിയാവില്ല. അതുകൊണ്ട് സദാം ഹുസൈനെ കോടതിയിൽ കൊണ്ടുവന്ന് ഒരു നാടകമാണ്. എല്ലാ മോഡേൺ സ്റ്റേറ്റുകളും ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാടകം കളിക്കണം. അതെന്തോ ഒരു ആചാരം പോലെയാണ്. ഒരു നാടകമൊക്കെ കളിച്ച് അവസാനം സദാം ഹുസൈനെ ഞങ്ങളുടെ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സദാം ഹുസൈനെ തൂക്കിക്കൊല്ലും. പക്ഷേ തൂക്കിക്കൊല്ലുന്നതിൻ്റെ അവിടെ വെച്ച് അവർക്കൊരു അബദ്ധം പറ്റി. സദാം ഹുസൈൻ മുമ്പ് കൊന്ന ഒരാളുടെ പേര് അവിടെ മുദ്രാവാക്യം പോലെ വിളിച്ചു. അതോടുകൂടി ഇത് മൊത്തം പ്ലാൻഡ് ആണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി പോവുകയും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അവസാനം കാണിച്ചത് മോശമായി പോയി എന്ന് പറയുകയും ചെയ്തു. ഇത് ഈ ആധുനിക എല്ലാവർക്കും ഈ അസുഖമുണ്ട്. ഇത് നമ്മളെന്തോ ഇതിനൊരു സാങ്ക്ടിറ്റി, ഞങ്ങളാരും അത്രക്കാരല്ല, ഞങ്ങൾ ബാർബേറിയൻസ് അല്ല, അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ ഒരു വ്യവസ്ഥ കൊണ്ടുവരും, ഞങ്ങളിതിൻ്റെ ഒരു രീതി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ ഉണ്ടാവുക. ഈ അന്വേഷണങ്ങളെല്ലാം പ്രഹസനമായിരിക്കും. ഒരു നാട്ടിലും പിടികൂടപ്പെട്ട ഒരാളെ, പുറത്തുനിന്ന് വന്ന് പിടികൂടപ്പെട്ട ആളെ വെറുതെ വിട്ട ചരിത്രമില്ല. നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുകയും അന്വേഷണം നടത്തും, അവസാനം അയാൾക്ക് തൂക്കുകയറി വിധിക്കുകയും ചെയ്യും. അതുപോലെയാണ് സ്വന്തം പട്ടാളക്കാർ ചെയ്ത കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, വലിയ പരിപാടിയൊക്കെ നടത്തും, അവസാനം അവർ പുഷ്പം പോലെ ഊരിപ്പോവുകയും ചെയ്യും. ഇറാനിൽ പ്രത്യേകിച്ച്, ഇസ്രായേൽ പ്രത്യേകിച്ചും അങ്ങനെ യാതൊരു തരത്തിലുള്ള മര്യാദയും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നാണ്. ഈ പറയുന്ന വ്യവസ്ഥ, ഈ പറയുന്ന ചെക്കിംഗ് സിസ്റ്റം, ഇതെല്ലാം ഉള്ളപ്പോഴും നിർബാധം കൊലപാതകം നടക്കുകയാണ്. ഞങ്ങൾ സിവിലിയൻസിനെ കൊല്ലില്ല എന്നുള്ളതാണ് ഇസ്രായേൽ ആർമിയുടെ പ്രഖ്യാപിത നിലപാട്, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രഖ്യാപിത. പക്ഷേ 83% ആളുകളും ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ സിവിലിയൻസാണ്. അത് ഡോക്യുമെൻ്റഡാണ്. അതെങ്ങനെയാണ്?
അതിനവർ മറുപടി പറയില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരുന്ന ചില കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുക. ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്തൊരു നടപടി ഉണ്ടായേക്കാം, ഇത്രയും വലിയ ഇൻ്റർനാഷണൽ പ്രഷർ ആയതുകൊണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം ഇതെല്ലാവരും കൂടെ ചേർന്ന് നടക്കുന്ന, എല്ലാവരും അറിയുന്ന ഒരു ക്രൈമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു ഇസ്രായേൽ ഭടൻ അവനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക എളുപ്പമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈ വിഷയം തീരുന്നില്ല. ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ആഴ്ചകളോടെ നടന്ന ഒരു സംഭവം, ഫലസ്തീൻ ആളുകളുടെ ഒരു ഗ്രാമം വളഞ്ഞു. 3 വീടുകളേ ഉള്ളൂ. വീടുകൾ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെ പുറത്ത് വിടില്ല, പുറത്തിറങ്ങിയാൽ കൊല്ലും. ഭക്ഷണം കഴിക്കാൻ, വെള്ളം ശേഖരിക്കാൻ ഒന്നിനും അനുവാദമില്ല. അവരുടെ ഭാഗ്യത്തിന് അതിലൊരാൾ അമേരിക്കൻ സിറ്റിസണാണ്. കൈവിട്ട് പോയി. അതോടുകൂടി പിന്നെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ഷോയാണ്. ഈ ഇൻ്റർനാഷണൽ പ്രഷർ വരുന്ന പല രീതിയിലാണ്. ഹിന്ദ് രജബിൻ്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുമ്പോൾ, ഒരു അമേരിക്കക്കാരൻ ഇതിനകത്ത് കുടുങ്ങപ്പെടുമ്പോൾ, അമേരിക്കക്കാരനകത്ത് ഇന്ത്യക്കാരനെ പോലല്ല, അമേരിക്കക്കാരനെ പറ്റിയാൽ രാജ്യം ഇളകും. അപ്പോൾ പെട്ടെന്ന് ഇത് മുഴുവൻ ഒരു ഷോയാണ്. ഹിന്ദ് രജബിൻ്റെ കാര്യത്തിലും ഒരു ഷോ മാത്രമാണ് നടന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 2 ഇൻവെസ്റ്റിഗേഷൻ. ഈ 2 ഇൻവെസ്റ്റിഗേഷനും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഹിന്ദ് രജബിൻ്റെ ശബ്ദം അത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി പോലെ ലോക ചരിത്രത്തിൽ മാർക്ക് ചെയ്യപ്പെടുകയാണ്. ഇസ്രായേലിലെ ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ ഒരു കാലത്തും അവർക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ ഒരു രക്തസാക്ഷിത്വം കൊണ്ട് ഉണ്ടായ, മനുഷ്യന്, ലോക സമൂഹത്തിന് കിട്ടിയ ഒരേ ഒരു ഗുണം.